അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോൾ. ഇതൊക്കെയാണ് എഗ് റോളിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. cut small pieces. ഇതെവിടുന്നാണ് നീ പഠിച്ചത്? ഭക്ഷണം മരുന്നാണ്, മരുന്ന്. ഭക്ഷണം നമ്മൾ മരുന്നായിട്ട്. ഇത് നീ എവിടുന്നാ പഠിച്ചേ? ഞാൻ പട്ടാളം പഠിച്ചതാ. പട്ടാളം നീ കുക്കായിരുന്നു? കുക്കാവണ്ടല്ലോ പഠിക്കാൻ. കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. എനിക്കറിയാം. മലയാളികളെന്താ പറയുക? ഓണിയൻ പറയും. അത് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാ. ഉള്ളി ഇങ്ങനെ കണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവച്ച കണ്ണ് വകയും. കുറച്ച് ദൂരെ വന്നിട്ട് ഉള്ളി അരിയണം കേട്ടോ. എന്റെ കൈമുറി കഴിഞ്ഞത് മുറിച്ചില്ല. ഇതാണ് ഇതിന്റെ വിത്ത്. ഇത് നമ്മൾ പറഞ്ഞാണ് ഇത് വലിയ ക്യാപ്സിക്കാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് സൈസ് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 4 പേർക്ക് 2 വെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾ ഇത്രയും കൂടുതൽ എടുക്കുന്നത്. അതിന്റെ മസാല നമുക്ക് സെപ്പറേറ്റ് ഇറങ്ങാൻ കഴിക്കാൻ പറ്റും. മസാല അല്ല, ഇതിൻ്റെ ജസ്റ്റ് ഇത് വാട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനല്ല, ഇത് മിശ്രിത സാധനമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ കോക്കനട്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇതിൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് സവാള, प्याज सवाला कुछ भी बोल सकता है. അത് വാടി കിട്ടുന്നത് പച്ച ലൈറ്റായിട്ട് മാറി കിട്ടും. നമ്മൾ കറി ഉണ്ടാക്കാനുള്ള തടുക്ക അടിക്കുന്നുണ്ട്. സ്പെഷ്യൽ എഗ് റോൾ തേങ്ങ വാടി കിട്ടുന്നത് അപ്പോൾ ഇതിന് ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് മറ്റ് സാമഗ്രികൾ നമുക്ക് ചേർക്കുക. ഇത് വാടിക്കുക. നമ്മുടെ മെയിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് മസാലയൊന്നും നമ്മൾ ചേർക്കില്ല. നമ്മൾ മഞ്ഞൾ ലൈറ്റായിട്ട് മഞ്ഞൾ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മെയിൻ സാധനമായ നാടൻ കോഴിമുട്ട. അത് തന്നെ വേണമെന്നില്ല, അങ്ങനെ വേണമെന്നില്ല. പക്ഷെ ഇവിടെ നാടൻ മുട്ടയും മതി. നമ്മൾ ബ്രോയിലറിൻ്റെ ഇതൊന്നും കഴിക്കാറില്ല. ഇത് നല്ല മുട്ടയാണ്. നല്ല പരത്തി നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ നല്ല പരത്തല് വിദഗ്ധരാണ്. റുമാലി റൊട്ടി നമ്മൾ ഉണ്ടാക്കുന്നത്. അധികം അടിക്കണ്ട, ബട്ട് റൊട്ടി ബാക്കി വേണം. നമ്മൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള റൊട്ടി കിട്ടും.